ഹായ് ഓൾ വെൽക്കം ടു ടീച്ചേഴ്സ് വേർഡ്. ടീച്ചേഴ്സ് വേർഡിലേക്ക് എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സ്വാഗതം. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഫൈൻ. Okay, here I am going to take a new chapter from your 4th standard English book. So, are you ready, my kids? Okay, this is our first unit. What is its name? The seed of truth. അല്ലേ, എന്താണ് the seed of truth എന്ന് പറഞ്ഞാൽ? What is the meaning of the seed? വിത്ത്. Then what is the meaning of truth? സത്യം. സത്യത്തിന്റെ വിത്ത് എന്നാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ നെയിം. ദെൻ യു ഹാവ് എ പിക്ചർ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? നിങ്ങൾ എന്താണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്? യെസ്, കുറെ കുട്ടികൾ എന്തോ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ മുകളിൽ നിന്ന് ആരോ എന്തോ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് എന്താണ് ഇത് എന്ന് അറിയില്ല. അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് റീഡ് ദ സ്റ്റോറി. ബട്ട് നമുക്കറിയാം ഈ ഒരു ഗ്രീനിഷ് കളർ ആയതുകൊണ്ട് അത് എന്തോ ഒരു പ്ലാന്റ് ആണ്. അതാണ് നമ്മൾ ഈ ഒരു കുട്ടികൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് റീഡ് ദ സ്റ്റോറി. സോ ലെറ്റ് us start. Are you ready? Okay, here also you have a picture. So please look at this picture. What do you see in this picture? Yes, here there are so many stumps in the picture. What is the meaning of stumps? എന്താണ് സ്റ്റംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കുറ്റികൾ. അതായത് മരം മുറിച്ചിട്ടുള്ള അതിന്റെ ബാക്കി പാർട്ടിനാണ് മരക്കുറ്റികൾ എന്ന് പറയുന്നത്. വി ഹാവ് ടു സീ ദാറ്റ് പിക്ചർ ഇൻ ദിസ് പേജ്. ഓക്കെ, ഹിയർ ഓൾസോ യു ഹാവ് സം ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കത് നോക്കാം എന്തൊക്കെയാണ്. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഡു യു ലൈക്ക്? എ പ്ലേസ് ലൈക്ക് ദിസ് ഓർ എ പ്ലേസ് ഫുൾ ഓഫ് ട്രീസ്? നിങ്ങൾക്ക് എങ്ങനത്തെ പ്ലേസ് ആണ് ഏറ്റവും ഇഷ്ടം? ഇതുപോലുള്ള പ്ലേസ് ആണോ അല്ലെങ്കിൽ ഒരുപാട് മരങ്ങളുള്ള പ്ലേസ് ആണോ ഇഷ്ടം? യെസ്, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയല്ലേ. ഫുൾ ഓഫ് ട്രീസ് ആണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ദെൻ വാട്ട് ഹാപ്പൻ ടു ദി ട്രീസ്? എന്താണ് ഈ ട്രീക്ക് പറ്റിയിട്ടുള്ളത്? ആരായിരിക്കും ഇത് കട്ട് ചെയ്തിട്ടുള്ളത്? വി ഹ്യൂമൻ ബീങ്സ് അല്ലേ, നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇതെല്ലാം കട്ട് ചെയ്തിട്ടുള്ളത്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്? ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? അതെന്ത് ചോദ്യം അല്ലേ. അത് നമ്മൾ തന്നെ, വി ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് അത് കട്ട് ചെയ്തിട്ടില്ല. അല്ലാണ്ട് മൃഗങ്ങൾക്ക്, ആനിമൽസിന് കഴിയോ ഇതൊക്കെ കട്ട് ചെയ്യാൻ? ഒരിക്കലുമില്ല. ഹൗ ക്യാൻ വി മേക്ക് അവർ എർത്ത് മോർ ഗ്രീൻ? എങ്ങനെയാണ് നമ്മളുടെ എർത്തിനെ കൂടുതൽ ഗ്രീനിഷ് ആക്കാൻ പറ്റുന്നത്? പ്ലാന്റ് ട്രീസ് അല്ലേ. നമ്മൾ കുറേ ചെടികളും അതുപോലെ തന്നെ മരങ്ങളും നമ്മൾ നമ്മുടെ എർത്തിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എർത്തിനെ മോർ ഗ്രീൻ ആക്കാൻ പറ്റും. Then let us begin by drawing branches, twigs and leaves. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ? ഈ ഒരു മരങ്ങൾക്ക്, ഈ ഒരു ട്രീസിന് കുറേ ചില്ലകളും അതുപോലെ തന്നെ കൊമ്പുകളും ഇലകളൊക്കെ വരച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Then color the picture. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അത് വരച്ചാൽ മാത്രം പോരാ, അതിന് കളർ ചെയ്യും കൂടെ വേണം. Now read the story of a king who loved plants and trees. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു സ്റ്റോറി വായിക്കാം. ആരെ കുറിച്ചുള്ള? ഒരു കിങ്ങിനെ കുറിച്ച്, ഒരു രാജാവിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി. എങ്ങനെയുള്ള രാജാവാണ്? ഹു ലവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ട്രീസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി നമുക്ക് വായിക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ലെറ്റ് us begin the story. The worry. What is the meaning of the worry? എന്താണ് worry എന്ന് പറഞ്ഞാൽ? മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തോ ഒരു കാര്യം, മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു കാര്യം. അത് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ വി മസ്റ്റ് റീഡ് ദ സ്റ്റോറി. നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ എന്തോ ഒരു കാര്യമുണ്ട് വറിയാക്കുന്ന, ആരെയോ വറിയാക്കുന്ന ഒരു കാര്യമുണ്ട്. സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി മൈ കിഡ്സ്. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. The king was fond of gardening. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. His people were very happy. The king did not have children. As the king grew older, everyone got more and more worried. Who would take over the kingdom after him? എന്താണ്? വിദ്യാധര വാസ് എ കിങ് ഓഫ് ഗാന്ധാര. വിദ്യാധര എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഗാന്ധാരയിലെ കിങ് ആണ്. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം നല്ല നീതിവാനും അതുപോലെ തന്നെ നല്ല പണ്ഡിതനുമായ ഒരു കിങ് ആയിരുന്നു. ജസ്റ്റ് മീൻസ് നീതിവാൻ, ദെൻ വൈസ് മീൻസ് പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല അറിവുള്ള ഒരാളായിരുന്നു. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്.
അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫോണ്ട്? ഇഷ്ടം, ലൈക്ക്. എന്തായിരുന്നു? ഗാർഡനിങ് ആയിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗാർഡനിങ് ആയിരുന്നു. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്ന സമയം സ്പെൻഡ് ചെയ്തത് എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഗാർഡനിലായിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുക? നിങ്ങളുടെ ലാപ്പിൻ്റെയോ ടാബിൻ്റെയോ ഒക്കെ ഫ്രണ്ടിലായിരിക്കും അല്ലേ, നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട്. അതുപോലെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഗാർഡനിലായിരുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചത്? അദ്ദേഹം സ്പെൻഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ഫ്രൂട്ട് ട്രീസ്, വെജിറ്റബിൾസ്, ക്രോപ്സ്, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. ഹിസ് പീപ്പിൾ വർ വെരി ഹാപ്പി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പീപ്പിൾസ്, അവിടുത്തെ ജനങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ദേ ഗോട്ട് എ ഗുഡ് കിങ്. അവർക്ക് നല്ല ഒരു കിങ്ങിനെയാണ് കിട്ടിയത്. നല്ല പ്രകൃതിയെ, നമ്മുടെ നേച്ചറിനെയൊക്കെ സ്നേഹിക്കുന്ന നല്ലൊരു കിങ്ങിനെയാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ദേ വർ വെരി ഹാപ്പി. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. ബട്ട് എന്താണ് പ്രോബ്ലം? നമ്മുടെ കിങ്ങിന് ആരില്ല? ചിൽഡ്രൻ, കുട്ടികളില്ലായിരുന്നു. ആസ് ദ കിങ് ഗ്രീവ് ഓൾഡർ, എവ്രി വൺ ഗോട്ട് മോർ ആൻഡ് മോർ വറിഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏജ് ആവും തോറും, വയസ്സ് കൂടുന്തോറും അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ വറിയായിരുന്നു അവരുടെ മൈൻഡ്. അതെന്തുകൊണ്ടായിരിക്കും? ഹു വിൽ ടേക്ക് ഓവർ ദ കിങ്ഡം ആഫ്റ്റർ ഹിം? അദ്ദേഹത്തിന് ശേഷം ഇനി ആരാണ് ഈ ഒരു ഭരണം നടത്തുക അദ്ദേഹത്തിന് ശേഷം എന്നുള്ള ആ ഒരു ടെൻഷൻ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താ? പണ്ടുള്ള കാലങ്ങളിൽ രാജാക്കന്മാർക്ക് ശേഷം, അവരുടെ ഭരണത്തിന് ശേഷം അവരുടെ മക്കളായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. ബട്ട് ഇവിടെ ഇദ്ദേഹത്തിന് കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വളരെയധികം വറിയായിരുന്നു. അതാണ് നമ്മുടെ വറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ പീപ്പിൾസിന്റെ വറിയാണ് ഇവിടെ പറഞ്ഞത്. ഹിയർ യു ഹാവ് സം ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് വാസ് ദ ഹോബി ഓഫ് ദ കിങ്? എന്താണ് ആ കിങ്ങിന്റെ ഹോബി? എന്താണ്? ഗാർഡനിങ് അല്ലേ? ഗാർഡനിങ് ആയിരുന്നു. ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ഹിസ് ഗാർഡൻ. അദ്ദേഹത്തിന്റെ ഗാർഡനിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് കൃഷികൾ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഈ ഗാർഡനിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് എനി ചിൽഡ്രൻ. കിങ്ങിന് ആരില്ല? കുട്ടികളില്ല. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം? ഇനി എന്താണ് അവിടുത്തെ രാജ്യത്തിന് സംഭവിക്കുക, അവിടുത്തെ ഭരണത്തിന് സംഭവിക്കുക അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ? എന്താണ്? വാട്ട് ഇസ് യുവർ ആൻസർ? എന്താണ് നിങ്ങളുടെ ആൻസർ? നിങ്ങളത് ബുക്കിൽ എഴുതണം. ഓക്കെ. ഹൗ വിൽ ദ കിങ് ഫൈൻഡ് ഹിസ് സക്സസർ? എങ്ങനെയാണ് കിങ്ങിന്റെ പിൻഗാമിയെ കണ്ടെത്തുന്നത്? അദ്ദേഹത്തിന് ശേഷം ഇനി ആര് ഭരിക്കും എന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും അത് നമുക്ക് അറിയണമെങ്കിൽ വി മസ്റ്റ് റീഡ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി മൈ കിഡ്സ്. വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് പാർട്ട്? അടുത്ത പാർട്ടിൽ എന്താ സംഭവിക്കുക നമുക്ക് അറിയണമെങ്കിൽ വി മസ്റ്റ് റീഡ് ദ സ്റ്റോറി. ഓക്കെ. എ പ്രൊക്ലമേഷൻ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രൊക്ലമേഷൻ? എന്താണ് പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ? വിളംബരം ചെയ്യാം. യെസ്, പണ്ടുള്ള കാലങ്ങളിൽ രാജാക്കന്മാർക്ക് അവരുടെ ജനങ്ങളോട്, അവിടുത്തെ പ്രജകളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ ഈ വിളംബരത്തിലൂടെ ആയിരുന്നു അവർ അറിയിച്ചിരുന്നത്. അവിടുത്തെ ഭടന്മാർ വല്ല ബാൻഡൊക്കെ കൊട്ടി ഉറക്കെ വിളിച്ച് പറയാറായിരുന്നു പതിവ്. ഇതൊരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാർട്ടൂൺസിലോ അല്ലെങ്കിൽ പഴയ മൂവീസിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, എങ്ങനെയാണ് പ്രൊക്ലമേഷൻ നടത്താറ് എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇനി പ്രൊക്ലമേഷൻ, എന്താണ് ഇവിടുത്തെ വിളംബരം എന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വി മസ്റ്റ് റീഡ് ദ സ്റ്റോറി. സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി മൈ കിഡ്സ്. ടു ഫൈൻഡ് എ സക്സസർ, the king thought of an idea. He decided, I will distribute some seeds to all the children in the country. The child who grows the biggest, healthiest plant will become the prince or the princess. They can take 3 months for it. The king ordered his minister to give a proclamation. Yes, to find a successor. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പിൻഗാമിയെ, അദ്ദേഹത്തിന് ശേഷം ഇനി ആരാണ് രാജാവ് ആവേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പം അതിനുവേണ്ടി ഒരു പിൻഗാമിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ദ കിങ് തോട്ട് ഓഫ് എൻ ഐഡിയ. കിങ്ങിന് അദ്ദേഹത്തിന് ഒരു
ഐഡിയ വന്നു. അദ്ദേഹം ഒരു ഐഡിയ ചിന്തിച്ചു. എന്താണെന്ന് നോക്കാം. ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു, ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് വിത്തുകൾ കൺട്രിയിൽ, നമ്മുടെ രാജ്യത്തുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡിസ്ട്രിബ്യൂട്ട്? വിതരണം ചെയ്യും. The child who grows the biggest, healthiest plant will become the prince or the princess. എന്താണ്, അതിൽ ഏത് കുട്ടിയാണ് ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കുന്നത്, ആ ഒരു സീഡിനെ, ആ ഒരു വിത്തിനെ വളർത്തിയെടുക്കുന്നത്, അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളർത്തിയെടുക്കുന്നതും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള, നല്ല ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് വളർത്തുന്ന ആളായിരിക്കും അവിടുത്തെ പ്രിൻസോ അല്ലെങ്കിൽ പ്രിൻസസോ. What is the meaning of prince? Yes, Rajakumaran. Opposite word of prince is princess, Rajakumari. അപ്പോൾ അവിടുത്തെ ബോയ്സിന് മാത്രമായിരുന്നില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ രാജാവ് കൊടുത്തിരുന്നത്, അവിടുത്തെ ഗേൾസിനും കൂടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗേൾ ആണ് ചെയ്യുന്നതെങ്കിൽ അവളായിരിക്കും അവിടുത്തെ പ്രിൻസസ്. They can take 3 months for it. അതിന് വേണ്ടിയിട്ട് ആ ഒരു ചെടി, ആ ഒരു സീഡിനെ വളർത്തി നല്ല ഒരു ചെടി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര മാസമായിരുന്നു അദ്ദേഹം സമയം കൊടുത്തത്? 3 മാസമായിരുന്നു അദ്ദേഹം സമയം കൊടുത്തിരുന്നത്. The king ordered his minister to give a proclamation. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊക്ലമേഷൻ. അതുകൊണ്ട് തന്നെ കിങ് എന്ത് ചെയ്തു, കൽപ്പിച്ചു നമ്മുടെ മിനിസ്റ്ററോട് ആ ഒരു പ്രൊക്ലമേഷൻ, ആ ഒരു വിളംബരം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. Then here you have a question. Why did the king choose such a test to find his successor? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം, അവിടുത്തെ പിൻഗാമിയെ എടുക്കാൻ വേണ്ടിയിട്ട്? എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ നല്ല ഒരു നമ്മുടെ നല്ലൊരു ബുദ്ധിമാനായിട്ടുള്ള നല്ലൊരു പിൻഗാമി, നല്ലൊരു സക്സസർ ആവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ we must read the next part of the story. So please listen carefully, my kids. Seed of hope. What is the meaning of seed of hope? You know what is the meaning of seed? നിങ്ങൾക്ക് അറിയാം എന്താണ് seed എന്ന് പറഞ്ഞാൽ? വിത്ത്. Then what is the meaning of hope? Hope പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ. Then seed of hope means what? പ്രതീക്ഷയുടെ വിത്ത്. അപ്പൊ ഇവിടെ എന്തോ ഒരു ഹോപ്പ് ഉണ്ട് അല്ലെ, എന്തോ ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഇനി അടുത്ത സ്റ്റോറിയിൽ പറയാനുള്ളത്. അപ്പൊ അത് എന്താണെന്ന് അറിയാം. വി മസ്റ്റ് റീഡ് ദ സ്റ്റോറി. സോ ലെറ്റ് us see what will happen after the proclamation. നമുക്ക് ആ ഒരു പ്രൊക്ലമേഷന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കാണാം. So please listen carefully, my kids. The next day, a long line of anxious parents and children formed outside the palace. Everyone was eager to get a seed and grow the best plant. Pingala, a poor farmer's son, was one among these children. He too got a seed from the king and sowed it in a pot in his garden. He took great care of the seed. Then what happened next? എന്താണ് പിന്നീട് സംഭവിച്ചത്? The next day, പിറ്റേ ദിവസം. ഏത് ദിവസം? ആഫ്റ്റർ ദ പ്രൊക്ലമേഷൻ. ഈ ഒരു പ്രൊക്ലമേഷന്റെ പിറ്റേ ദിവസം തന്നെ എ ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പാരൻസ്, ഒരു വലിയ നിര പാരൻസ് ഉണ്ട്. എവിടെ? ആൻഡ് ചിൽഡ്രൻ ഫോംഡ് ഔട്ട്സൈഡ് ദ പാലസ്. കുട്ടികളും ഉണ്ട് ഇവിടെ നമ്മുടെ പാലസിന്റെ പുറത്ത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ആങ്ഷ്യസ്? എന്താണ് ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ? ആകാംക്ഷാഭരിതരായിട്ടുള്ള, ഇനി എന്താ സംഭവിക്കാന്നുള്ള ആ ഒരു ചിന്തയുള്ള പാരൻസും അതുപോലെ തന്നെ കുട്ടികളായിരുന്നു നമ്മുടെ പാലസിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നത്. എവ്രി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എ സീഡ്. എല്ലാവരും വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു സീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നല്ലൊരു ബെസ്റ്റ് പ്ലാന്റ് ആക്കി വളർത്തിയെടുക്കണം. അതിനും അവർ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബിക്കം എ സക്സസർ, ഒരു പിൻഗാമി ആവാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പിൻഗാമി ആകുവാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഇതൊക്കെ. പിങ്കള, എ പുവർ ഫാമേഴ്സ് സൺ, വാസ് വൺ അമംഗ് ദീസ് ചിൽഡ്രൻ. പിങ്കള എന്ന് പറയുന്നൊരു പാവപ്പെട്ട കൃഷിക്കാരന്റെ മകനും ഈ കുട്ടികളുടെ ഇടയിലുണ്ടായിരുന്നു. ഹി ടു ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ്.
അവൻക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ കുട്ടികളെ പോലെ തന്നെ അവൻക്കും സീഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സോഡ് ഇറ്റ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. എന്നിട്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ്റെ ഗാർഡനിലെ ഒരു പോട്ടിൽ, ഒരു ചെടിച്ചട്ടിയിൽ അവനും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വിത്തിനെ വിതറിയിട്ടുണ്ട്, പാകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു വാട്ട്? ഗ്രോ ദ പ്ലാന്റ്. നമുക്ക് ആ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹി ടു ഗ്രേറ്റ് കെയർ ഓഫ് ദ സീഡ്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു സീഡിന് വളരെയധികം നല്ല കെയറും കൊടുത്തിട്ടുണ്ട്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? വി ഡോണ്ട് നോ. നമുക്ക് അറിയില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? അത് നമുക്ക് അടുത്ത പാർട്ട് വായിച്ചേ പറ്റൂ. ബിഫോർ ദാറ്റ് ഹിയർ യു ഹാവ് 2 questions. നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ 2 questions ഉണ്ട്. എന്താണെന്ന് നോക്കാം. How many days will it take for a seed to sprout? How many days will it take for a seed to sprout? What is the meaning of sprout? എന്താണ് സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ? മുളയ്ക്കാം. അപ്പം എന്താണ്? എത്ര ദിവസം വേണം ഒരു സീഡ്, ഒരു ചെടിയാവാൻ, ആ ചെടിയായിട്ട് മുളയ്ക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്കറിയാം? ഐ തിങ്ക് യു ഡോണ്ട് നോ. എനിക്കറിയാം നിങ്ങൾക്ക് അത് അറിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചത് കണ്ടെത്തിയിട്ട് എഴുതണം. Then second question is, what care will you give the grow a seed into a plant? എന്ത് കെയർ ആണ് നിങ്ങൾ ആ ഒരു സീഡിനെ ഒരു ചെടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക? നിങ്ങളാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുക? അതും നിങ്ങൾ ബുക്കിൽ എഴുതണം. ഓക്കെ? നിങ്ങൾ എന്തായാലും അതിനെ നന്നായിട്ട് കെയർ ചെയ്യുമെന്നറിയാം. അപ്പം അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ദെൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അല്ലേ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. അപ്പം അതെന്താണെന്ന് അറിയാൻ we must read the next part. The disappointment. What is the meaning of the disappointment? എന്താണ് ഡിസപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ? നിരാശ, എന്തോ ഒരു സങ്കടം. അപ്പോൾ എന്താണ് നമുക്ക് അറിയണമെങ്കിൽ we must read the story. So let us see what happened next. നമുക്ക് നോക്കാം എന്താണ് പിന്നീട് സംഭവിച്ചത്. Pingala watered and manured the seed, but the seed did not sprout. Pingala changed the soil and transferred the seed to another pot. Weeks and months passed. One day Pingala went near the pot. He knelt before it. Dear seed, 3 months have passed. I want to take you to the palace. Please sprout out by tomorrow. But nothing happened. The next day he saw children walking to the palace, dressed in their best clothes. They all had well-grown plants. Pingala stood watching them sadly. Then what would happen? എന്താണ് സംഭവിച്ചത്? Pingala watered and manured the seed. Pingala എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം വെള്ളം ഒഴിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് വളം ഇടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സീഡിന്. വാട്ടേഡ് മീൻസ് നനയ്ക്കുക. ദെൻ മാനുഡ് വളം ഇടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സീഡിന് വേണ്ടിയിട്ട്. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും നമ്മുടെ സീഡ് എന്തായില്ല? മുളച്ചിട്ടില്ല. Pingala changed the soil. അവൻ വിചാരിച്ചത് എന്താണ്? ആ സോയിലിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ട് അവൻ സോയിൽ ചേഞ്ച് ചെയ്തു. ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു ദ അനദർ പോട്ട്. എന്നിട്ട് ആ സീഡ് വേറൊരു പോട്ടിലേക്ക് ആക്കി നോക്കി. വീക്സ് ആൻഡ് മന്ത്സ് പാസ്റ്റ്. ആഴ്ചകളും മാസങ്ങളും ഒക്കെ കടന്നുപോയി. One day Pingala went near the pot. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഒരു ദിവസം Pingala ആ പോട്ടിനടുത്തേക്ക് പോയി. He knelt before it. അവൻ അതിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. Knelt means what? മുട്ടുകുത്തുക. Just seed, 3 months have passed. എന്നിട്ട് അവന് ആ സീഡിനോട് പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട സീഡ്, വിത്തേ, 3 മാസമാണ് കഴിഞ്ഞിട്ടുള്ളത്. I want to take you to the palace. എനിക്ക് നിന്നെ എന്ത് ചെയ്യണം? പാലസിലേക്ക് കൊണ്ടുപോകണം. Please sprout out by tomorrow. നീ നാളെയെങ്കിലും ഒന്ന് മുളയ്ക്ക്. ബട്ട് നത്തിങ് ഹാപ്പൻ. പക്ഷെ എന്താണ്? അവിടെ ഒന്നും സംഭവിച്ചില്ല. അവിടെ നമ്മുടെ സീഡ് എന്തായിട്ടില്ല? മുളച്ചിട്ടില്ല. The next day he saw children walking to the palace. പിറ്റേ ദിവസം അവൻ എന്താ കാണുന്നത്? കുറേ കുട്ടികൾ പാലസിലേക്ക് നടന്നു പോകുന്നത്. ഡ്രസ്ഡ് ഇൻ ദയർ ബെസ്റ്റ് ക്ലോത്ത്സ്. അവരെല്ലാവരും ഇട്ടിട്ടുള്ളത് എന്താണ്? നല്ല ഡ്രസ്സുകളാണ്. They all had well grown plants. അവരുടെ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? വളരെയധികം വളർന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ്സും ഉണ്ട്. Pingala stood watching them sadly. Pingala എന്ത് ചെയ്യാണ്? അവരെ വളരെ സങ്കടത്തോടു കൂടി നോക്കി നിന്നു. എന്തുകൊണ്ടാണ്? അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വളരെയധികം നന്നായിട്ട് ആ ചെടിയെ വളർത്തിയെടുത്തിട്ടുണ്ട്, ആ ഒരു സീഡിനെ. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ സീഡ് മാത്രമാണ്
മുളയ്ക്കാഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അവനക്ക് ആ ഒരു സങ്കടം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് വളരെയധികം നന്നായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പാവം നമ്മുടെ പിങ്കിളയ്ക്ക് ഉണ്ടായിരുന്നു ആ സങ്കടം. അവരെ നോക്കി നിൽക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അവൻ്റെ സീഡ് എന്തായിട്ടില്ല, മുളച്ചിട്ടില്ല. ഹിയർ യു ഹാവ് 2 questions. വിൽ പിങ്കള ഗോ ടു ദ പാലസ്? പിങ്കള ഇനി ഇവിടേക്ക് പോവോ, നമ്മുടെ പാലസിലേക്ക് പോവോ? ക്യാൻ യു ഇമാജിൻ? നിങ്ങൾക്കത് സങ്കല്പിക്കാൻ പറ്റുമോ? അവൻ പോവോ? വാട്ട് ഇസ് യുവർ ആൻസർ? നിങ്ങളുടെ ആൻസർ എന്താണ്? ചിലപ്പോൾ പോവായിരിക്കും അല്ലേ? എന്നാൽ നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്? എന്തൊക്കെയായിരിക്കും അപ്പോഴത്തെ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ? അവനക്ക് മാത്രം അതൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കാര്യങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടാവും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കൊന്നും അറിയില്ല. അത് നമുക്കറിയണമെങ്കിൽ അടുത്ത പാർട്ട് നോക്കണം. ബട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ട് എന്താണെന്ന് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്നിട്ട് അവരോട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയാം. ഓക്കെ? എന്നിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.